ഹായ്, ഞാൻ രണ്ടുപേരുടെ വീഡിയോ കണ്ടേ. അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്യണമെന്ന്. ആക്ച്വലി ചുണ്ണിയുടേതും രേവു ചേച്ചിയുടേതുമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അയ്യോടാ, എന്തായാലും ബായ്. അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ സൈപ്പർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. എന്തോന്ന് ചെയ്യണം? സൈക്കർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഒട്ടും കുശുമില്ലല്ലേ? സഹിക്കാൻ വയ്യ. ഊഞ്ഞാൽ എന്നാലും എൻ്റെ രേവു ചേച്ചി വല്ല കാര്യം ഉണ്ടായിരുന്ന ഒരു MBCക്ക് അതിപ്പം മനസ്സാക്ഷി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തേഞ്ഞോട്ടണമായിരുന്നു. ഏതായാലും അതെന്താ നിങ്ങൾ പറയണേന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗതുക കാഴ്ചയാണെന്ന് മനസ്സിലായി. നിങ്ങളുടെ വ്യൂ അതിനകത്തുണ്ട്. എന്തായാലും കൊള്ളാം. പുള്ളിക്കാരത്തേക്ക് ഒരു സന്തോഷമില്ല. എന്താണ് കുട്ടി, ഒരു സാധാരണക്കാർ ജയിച്ചതല്ലയോ, സന്തോഷിക്കണ്ടേ? എന്തോ ആവട്ടെ, അത് ഗെയിമല്ല. സീസൺ 7 കൊള്ളില്ല, 7ന്റെ പണിയല്ല. ഇതിനകത്ത് മാത്രമേ ഉള്ളൂ ഒരു രീതിയിലുള്ള കുത്തിത്തിരിപ്പും ഇല്ലാതെ അല്ല സൂപ്പറായിട്ട് പുറത്തേക്ക് വന്നത്. PR എന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യുന്നവരോടാണ് ഞാൻ ചോദിക്കട്ടെ, PR ഇല്ലാത്ത ഏതെങ്കിലും ഒരു വാഴകൾ അതിനകത്ത് പോയതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഈച്ച് ആൻഡ് എവരി വൺ ഹാവ് പബ്ലിക് റിലേഷൻ ഓഫീസർ. PRകൾ വോട്ട് മറിക്കുമെങ്കിൽ 2 ലക്ഷത്തിൻ്റെ ലീഡാണ് അനുമോൾക്കുള്ളത്. 2 ലക്ഷത്തിൻ്റെ ലീഡ്. അത് നിസ്സാരമൊന്നും അല്ലല്ലോ എന്ന് കേൾക്കുന്നു കേട്ടോ. എനിക്ക് കൃത്യമാണോ ഞാൻ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഭയങ്കര ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷത്തോടു കൂടിയാണ് ആ കുട്ടി ജയിച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഡെസ്പായത് അക്ബർ പുറത്തു പോകാതെ നിൽക്കുന്ന ഒരു കാര്യം കൊണ്ടാണ്. അക്ബർ എന്തുകൊണ്ട് ഔട്ടാകുന്നില്ല? യാതൊരു കാര്യവും ഇല്ലാതെ അയാൾ അതിനകത്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിശയമുണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരത്തിയുടെ ആ ഒരു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഊർജ്ജമൊക്കെ എവിടെ പോയി? ഒരു ഹോളീസ് വാങ്ങിച്ച് ഒറ്റയ്ക്ക് ഇത് തിന്ന് പുട്ടുണ്ടാക്കി കഴിച്ചാൽ മതി. ഹോളീസ് കൊണ്ട് പുട്ടുണ്ടാക്കി കഴിച്ചാൽ നല്ല പ്രയോജനം ഉണ്ടാകും. രേവതിയുടെ വാക്കുകളിനകത്തുണ്ട്, അതായത് അതൊരു നാടകീയമായ എൻഡപ്പായിരുന്നു. ഇത് മറ്റൊന്നായിരുന്നെങ്കിൽ എത്ര കൃത്യമായിട്ട് പറയുമെന്ന് ഓർത്ത് നോക്കുകയാണ്. ഇതെന്താ പറയണത്? അവർ രണ്ടുപേരും വരുന്നു, അവർ രണ്ടുപേരും അവിടെ നിർത്തിയിരിക്കുന്നു, മറ്റൊരു വരുന്നു, മറ്റൊരു അവിടെ നിർത്തിയിരിക്കുന്നു, പിന്നെ അങ്ങനെ വന്നിറങ്ങുന്നു, ഇങ്ങനെ വന്നിറങ്ങുന്നു, അവർ പോകുന്നു, അവരവരും കൂടെ ഡാൻസ് കളിക്കുന്നു, ഇവരും കൂടെ ഇത് കളിക്കുന്നു, അതങ്ങനെ കളിക്കുന്നു, ഇങ്ങനെ കളിക്കുന്നു. ആരണ്ട എഴുതി കൊടുത്തിരിക്കുകയാണ്. മാഡം കണ്ടൊന്നുമില്ല, മാഡം തകർന്ന് തരിപ്പണം തപ്പടപടപടമായി. അവിടെ ആരണ്ട ഇൻഫർമേഷൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ജയിച്ചത് ഹനുമോളാണെന്നുള്ള ഇൻഫർമേഷൻ പുള്ളിക്കാരത്തേക്ക് ആളി കിട്ടുമല്ലോ. എല്ലാം നേരത്തെ കിട്ടുന്നുള്ളൂ, എല്ലാം നേരത്തെ തള്ളക്കി കിട്ടുന്നതാണ്. ഏതായാലും അതോടുകൂടി ഫീസ് പോയി. ഈ ഫീസ് പോയി ഇരിക്കുന്നത് കാണാനും ഒരു രസമുണ്ട്, ചന്തമുണ്ട്. ഞാൻ പറയുകയാണ്, സീസൺ 7 ഏറ്റവും സൂപ്പറായിരുന്നു. ഒരു പ്രശ്നവുമില്ല. ഈച്ച് ആൻഡ് എവറിത്തിങ്, ടാസ്ക് എല്ലാം സൂപ്പർ, സോ ഗുഡ് എവറിത്തിങ് ഗുഡായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബാക്കി എല്ലാ സബ്ജക്റ്റ് നീക്കി വെച്ചിട്ട് ഭയങ്കരമായി എൻജോയ് ചെയ്തിട്ട് റിവ്യൂ ചെയ്തതാണ് സീസൺ 7. ഞാൻ മിക്കവാറും സീസൺസൊക്കെ എടുക്കുമ്പോൾ പാതി വഴിയിട്ടിട്ട് എൻ്റെ പാട്ടിന് പോകും, കാരണം എനിക്ക് കലി വരും. ഇതങ്ങനെ യാതൊന്നുമില്ലാതെ ഈ ഒരു കണ്ടസ്റ്റൻ്റ് ചെയ്ത്, അതിലും ഒരാളായിരുന്നില്ല ഇഷ്ടം, അതും കൂടി പറയാം. അനീഷിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഷാനവാസിനെ ഇഷ്ടമായിരുന്നു, അതേപോലെ തന്നെ നെവിനെ ഇഷ്ടമായിരുന്നു. ഈ കുട്ടി ലക്ഷ്മി, ഇവരൊക്കെ വരണം എന്ന് വിചാരിച്ചതാണ്. അതുമാത്രമല്ല, നമ്മളുടെ ഒരു മിഡിൽ ക്ലാസ് ലെവലിലുള്ളവരായിരുന്നു മിക്ക ആൾക്കാരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. മസ്താനി വാസ് സോ ഗുഡ്, ആരും പറയാനില്ല, ഒരാളെ മിച്ചം പറയാനില്ല. ഏറ്റവും വെറുപ്പ് തോന്നിയ 2 പേര് അക്ബറും ജിസേലും മാത്രമാണ്. എനിക്കറിയില്ല, ജിസേലിനോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, എന്താണെന്ന് അറിയത്തില്ല. അത് ഫസ്റ്റ് തൊട്ടേ മേക്കപ്പ് അല്ല ഒരു പെണ്ണിൻ്റെ അഴക് അവളുടെ പ്രവൃത്തിയിലാണ് എന്ന് വിശ്വസിക്കുന്നുള്ളതാണ് ഞാൻ. അങ്ങനെയുള്ള മേക്കപ്പിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കിയതും ഒരു റൂള് കൊടുക്കുമ്പോൾ ആ റൂള് ഫോളോ ചെയ്യാത്ത ഒരാൾ അവിടെ നിർത്താൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതും എൻ്റെ തെറ്റാണെങ്കിൽ ഓക്കെ, ഐ ഗ്രേറ്റ്. എനിവേ, കുറച്ച് കാമപിശാചുക്കളുണ്ടല്ലോ, അവരായിരിക്കും അവരെ ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ ഫേവർ ചെയ്ത് പുറത്ത് പൊക്കി കൊണ്ടുവന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ചുണ്ണിയിലേക്ക് പോകാം. അയ്യോടാ ചുണ്ണി, ജന്തുവായി പറയുന്നേ, സാംസ്കാരികമായി ചിന്തിക്കുന്നു. നീ ആധികാരിക കൊണയാണല്ലോ പറയണം. ആധികാരിക കൊണയാ? സൂപ്പറായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ട്. എന്നാൽ നിനക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യം പറയാം. നമുക്കൊരു സംസ്കാരമുണ്ട്, ഇന്ത്യക്ക് ഒരു സംസ്കാരമുണ്ട്, കേരളത്തിന് പ്രത്യേകിച്ചൊരു സംസ്കാരമുണ്ട്. കേരളീയർ സംസ്കാര സമ്പന്നർ തന്നെയാണ്, വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരും തന്നെയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ചിന്തിച്ചവർ തന്നെയാണ് കേരളത്തിലുള്ളവർ. ആ പ്രബുദ്ധത ഇവിടെ ഉണ്ട് തന്നെയാണ്. നിനക്ക് അറിയാത്തൊരു കാര്യം പറയാം. സംസ്കാരം എന്ന് പറയുന്നത് ബൈ ബർത്തിൽ കിട്ടുന്ന ഒരു സാധനമൊന്നുമല്ല, മനസ്സിലായില്ലേ? നമ്മൾ ഗ്രൂ അപ്പ് ചെയ്യുമ്പം നമ്മളെ സർക്കംസ്റ്റൻസ്, ചുറ്റുപാടുകൾക്കനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാകും. നമ്മൾ ജനിച്ച് വീഴുന്ന ഒരു കൂറ കുടുംബത്തിലാണെങ്കിൽ ആ കൂറ കുടുംബത്തിന്റെ സംസ്കാരമായിരിക്കും നമുക്ക് ഉണ്ടാകുക. അപ്പോൾ നിനക്ക് ബൈ ബർത്തിൽ ഒരു ഉണ്ടയും കിട്ടിയിട്ടില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് കൂടെയുള്ള നിന്റെ പേരൻസിന്റെ ഒരു ഡൊണേഷനാണ് നിനക്ക് കിട്ടിയിരിക്കുന്ന സംസ്കാരം. പിന്നെ കുറേയധികം പുരോഗമനവാദവും നവോത്ഥാനവും പറയുന്നവര് ഈ പുരോഗമനവാദം എന്ന് പറയുന്നത് ഫ്രീ സെക്സ് ആണെന്ന് മാത്രം ചിന്തിക്കുന്നവരാണ്. പുരോഗമനവാദം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഫെമിനിസമാണ്, ഈക്വാലിറ്റി എന്ന് പറയും. ഇവിടെ ഉച്ചനീചത്വങ്ങളുണ്ട്. അവനേക്കാൾ വലുത് ഇപ്പോഴുമുണ്ട്, അനുമോളെക്കാൾ വലുത് മറ്റതല്ലേ, അവരെക്കാൾ വലുത് മറ്റതല്ലേ, ഇവരെക്കാൾ വലുത് മറ്റതല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ട്. കഴിവ് പലർക്കും പല ടൈമായിരിക്കും. ഇപ്പൊ എനിക്കുള്ള കഴിവ് മറ്റൊരാൾക്ക് ഉണ്ടാവത്തില്ല, പക്ഷെ ഈക്വാലിറ്റി സെയിം തന്നെയാണ്. എല്ലാം ഒന്ന്, നവതോരങ്ങൾ എല്ലാവർക്കുമുണ്ട്, നവതോരങ്ങൾ അവർക്കുമുണ്ട്, നമുക്കുമുണ്ട്.
അതേപോലെ തന്നെ നമ്മൾ ഒരു വിഷയത്തിനെ കൈകാര്യം ചെയ്യുന്നതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ക്വാളിറ്റി നിശ്ചയിക്കപ്പെടുക. അതിനകത്ത് പല രീതിയിലുള്ള പ്രോബ്ലംസ് ഓവർകം ചെയ്ത് അവിടെ നിന്ന് പോയത് അതിജീവിത എന്ന രീതിയിൽ അനുമോള് തന്നെയായിരുന്നു. 100% അനുമോള് തന്നെയായിരുന്നു ടൈറ്റിൽ വിന്നർ എന്നല്ല, അതിന്റെ വിന്നറായി നിൽക്കേണ്ട എല്ലാ ക്വാളിറ്റിയുമുള്ള കുട്ടി അത് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണെന്നും കൂടെ പറയാം. ലക്ഷ്മി എന്ന് പറയുന്ന ആൾ വന്ന് പറഞ്ഞ ഒരു കാര്യം, അവർ രണ്ടാമത് കയറി വന്നവരാണ്, ഒരു പുറത്തുനിന്ന് കാഴ്ച കണ്ടിട്ട് വന്നവരാണ്. അവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അവർക്ക് അവരുടെ കാര്യം അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയി. അതൊരു വലിയ വിഷയമാണ്. അത് മാത്രമല്ല, ഉരുക്കുമരമായിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അനുമോൾ കാരണമാണ് ലക്ഷ്മിക്ക് മുൻപോട്ട് കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇൻസ്റ്റന്റ് അനുമോൾ എന്നൊരു വ്യക്തി അവിടെ ഇല്ലെങ്കിൽ ഈ അറ്റാക്ക് മുഴുക്ക നേരിടുക ലക്ഷ്മിക്കാവുമായിരുന്നു. എന്നാലും സെക്കൻഡ് ആയിട്ട് ജയിച്ചിരിക്കുന്ന ലക്ഷ്മിയാണെന്ന് ഞാൻ പറയും. ലക്ഷ്മി അത്രത്തോളം അവിടെ കേട്ടിട്ടുണ്ട്, ഒറ്റപ്പെടുത്തപ്പെട്ടു. ലക്ഷ്മി മാത്രമല്ല, ലക്ഷ്മിയുടെ അമ്മ പോലും തനിച്ചാക്കപ്പെടുകയും ഒറ്റപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി അത്രയും ആപ്റ്റായ ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. വളരെ, അതായത് ഇപ്പം പുറത്തുനിന്ന് വന്ന ഉടനെ തന്നെ അനുമോളുടെ കാര്യം മനസ്സിലാക്കിയിട്ടാണല്ലോ വന്നത്. പക്ഷെ പുള്ളിക്കാരത്തി അനുമോളോട് ഒട്ടാനൊന്നും പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് അവളുടേതായ ഒരു ഇതുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഏറ്റവും നന്നായി ഈ ഒരു ഷോയെ കൃത്യമായി മനസ്സിലാക്കിയത് ലക്ഷ്മിയാണെന്ന് ഞാൻ പറയും. അവർ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ആരും സുഹൃത്തുക്കളില്ല, എനിക്കാരെ സൗഹൃദത്തിൽ പിടിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞത് കൃത്യമായിരുന്നു. അതിനുശേഷം അതിന് ഔട്ടായ ശേഷം പിന്നെ അനുമോളുമായിട്ടൊരു സൗഹൃദം വെക്കുന്ന ഒരു തകരാറുമില്ല. അത്രയേ ഉള്ളൂ. അതുവരെ അത് കൃത്യമായി മനസ്സിലാക്കിയത് ലക്ഷ്മി തന്നെയായിരുന്നു. സൂപ്പറായിരുന്നു. ഇനി വിഷയം ഇയാൾ പറയുന്നത് എന്താണ്? അടക്കമൊതുക്കമുള്ളതല്ലാതെ ചാടിത്തുള്ളി നടക്കുന്ന ഇങ്ങനെ ഓടുകാലികൾ ആർക്കാണ് താല്പര്യം വരിക? ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ ഒരാളെ അക്സെപ്റ്റ് ചെയ്യുമോ? എനിക്കറിയത്തില്ല. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. നിങ്ങൾ ഈ പുരോഗമനവാദം പറയുന്നവർ ഈ അച്ചടക്കം എന്ന് പറയുന്നത് തീരെ അങ്ങ് വളരെ കുലീനത്തമായി വളരെ അങ്ങനെയൊന്നും അല്ല. അവളെന്താ പുരോഗമനവാദിയല്ലേ? അനുമോൾ എന്താ അതായത് മോഡേൺ ഡ്രസ്സ് ഇടാറില്ലേ? എല്ലാവരുമായിട്ട് ഇടപഴകാറില്ലേ? പിന്നെന്താണ്? അവൾക്ക് ബഹളം വെച്ചിട്ട് നടക്കാൻ താല്പര്യമില്ല. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ആർ.ജെ. ബിൻസി മോഡേൺ ആണ്, പുരോഗമനവാദിയാണ്. നിങ്ങൾ ആർ.ജെ. ബിൻസിയെയും അനുമോളെയും കൂടെ ഒന്ന് വെച്ച് ടാലിയപ്പ് ചെയ്ത് നോക്കും. എന്താണ് അവർ തമ്മിലുള്ള ആ ഡിഫറൻസ് എന്ന്. അത്രയേ ഉള്ളൂ. അതാണ് ചുണ്ണി പറയണത്. ഈ പറയുന്ന സംഗതിയാണ്. അവർക്ക് അങ്ങനെയുള്ളവരെയായിരിക്കും താല്പര്യം. അങ്ങനെ അല്ലാതെ ഒരു വിഭാഗം ഉണ്ടാവുമല്ലോ. പിന്നെ PR-ന്റെ ഒരു മഹത്വം ഞാൻ പറയും. ഇപ്പോൾ ഓൾറെഡി വിനുവിന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. വിനു PR ആയത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതായത് അനുമോൾക്കായിരുന്നാലും ശൈത്യക്കായിരുന്നാലും വിനു PR ചെയ്യുമ്പോൾ വിനുവിന്റെ ഭാഗത്തുള്ള ആള് ജയിക്കാൻ വേണ്ടിയിട്ട് വിനു ബാക്ക്വർക്ക് കിടക്കും. അതെങ്ങനെയാണെന്നറിയാമോ? ഈ ബ്ലാക്കിൽ കുറെ വോട്ട് കൊണ്ടുവന്ന് കൊടുക്കാന്നല്ല. ഇപ്പം അയാൾ പോയിട്ട് പിന്നെ നമ്മുടെ തൊപ്പിയുടെ അടുത്ത് പറഞ്ഞാൽ തൊപ്പി പറയും അയാൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം അനീഷിന് വേണ്ടിയിട്ട് അയാൾ പറഞ്ഞില്ല, അതുപോലെ പറയും. അതുപോലെ നമ്മുടെ റോബിൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞാൽ റോബിൻ പറയും. റോബിൻ നോക്കിയിട്ട് പറയും, ആരാണ് എന്താണ് നോക്കിയിട്ട് പറയും. ജിൻഡോയെ കൊണ്ട് പറയിച്ചില്ലേ? എന്തുകൊണ്ടാ? ജിൻഡോ പറഞ്ഞ 10 പേര് കേൾക്കും എന്നുള്ളത് കൊണ്ട് പറയിച്ചു. കാരണം അയാളല്ലേ വിന്നറായിരുന്നത്. അതേപോലെ ഓരോരുത്തരും പറഞ്ഞു. അവിടെ PR ആയിട്ട് പിന്നെ അയാൾ ചെയ്യേണ്ട കാര്യം അയാൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. കട്ട് എഡിറ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്തു. അത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ ബാക്കി അയാൾ ചെയ്യേണ്ട രീതിയിലുള്ള ഇതുപോലുള്ള സപ്പോർട്ട് അയാൾ എത്തിച്ചു കൊടുത്തു. എങ്ങനെയും വിന്നറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടെ നിൽക്കുന്നവരും 10 പേര് പറയുമ്പോൾ ആളുകൾ അതിനെ പറ്റി ആലോചിക്കും. ലാസ്റ്റ് മൊമെന്റിൽ വോട്ടിങ് തന്നെയാണ് അവരെ ജയിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ല ജനകീയമായ ഒരു ജയം എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ PR എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ഓരോ തെളിവ് ഉൾപ്പെടെ പലരും കൊണ്ടുവന്ന് പുറത്തിടുന്നുണ്ട്. നമ്മളൊക്കെ ഒത്തിരി തെളിവുകൾ കൊണ്ടുവന്ന് കൊടുത്തു. അനുമോളിന്റെ PR എന്ന് പറയുമ്പോഴത്തേക്ക് ശൈത്യക്ക് 2 PR ഉണ്ടെന്ന് തെളിവ് കൊണ്ടുവച്ചു. എന്നിട്ടും ശൈത്യക്ക് പ്രശ്നമില്ല, അനുമോൾക്കാണ് കുഴപ്പം. അതേപോലെ തന്നെ ഈച്ച് ആൻഡ് എവരി ബെന്നിക്കും ഉണ്ടായിരുന്നു. ബെന്നിയാണ് ഇതെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. ബന്നിയ എന്തൊരു ബണ്ണ അതെടുത്ത് അതാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അവക്കുമുണ്ട്. ഈച്ച് ആൻഡ് എവരി വൺ എല്ലാവർക്കും ഉണ്ടായിരുന്നു PR. എന്നിട്ട് PR ഇല്ലാത്തതുപോലെ അഭിനയിക്കുന്നു. അക്കുബറിനില്ലായിരുന്നോ? കൊക്കംബറിനുണ്ടായിരുന്നു. കൊക്കംബറിന് ചിന്തയെന്നോ ചാന്തയെന്നോ അങ്ങനെ കണ്ടേണ്. ഏതായാലും ചാന്തയും കണ്ടാണ് അവന്റെ കൊക്കംബറിൻ്റെത്. അങ്ങനെ ഓരോരുത്തർക്കും അവിടെ PR ഉണ്ടായിരുന്നു. അത് പ്രശ്നമല്ല. ഇനി അക്ബർ കരഞ്ഞില്ലേ? കരയാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ട. അത് ബിഗ് ബോസിനോട് ഞാൻ താങ്ക്സ് പറയണം. ഇമോഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരിട്ടിരുന്ന ആ വീഡിയോയ്ക്കകത്ത് പെർഫെക്റ്റ്ലി ഇത്രയധികം ചവറുകളെ നേരത്തെ പിടിച്ചുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് ഷാനവാസ് കരഞ്ഞിട്ടുണ്ട്, അനീഷ് കരഞ്ഞിട്ടുണ്ട്, എവറി വൺ കരഞ്ഞിട്ടുണ്ട്. അവരൊക്കെ കരയുമ്പോൾ ഭയങ്കര ടേസ്റ്റാ. ആനമോള് കരയുമ്പോൾ അത് ഡ്രാമാക്യൂന. അതെങ്ങനെയാ ശരിയാവുക? ഇനി ജയിക്കാൻ സാധ്യത ഏറെ ഉണ്ടായിരുന്നതായിരുന്നറിയാമോ? ഷാനവാസായിരുന്നു. ഷാനവാസിന് അത്രത്തോളം ആരാധകരും അത്രത്തോളം സപ്പോർട്ടേഴ്സും ഉണ്ടായിരുന്നു. അക്ബറിനെ പോലെ ക്രൂക്കഡും അല്ലായിരുന്നു അയാൾ വളരെ ജെനുവിനായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം നമുക്ക് സൈബർ ബുള്ളിങ് ഉണ്ടാവുമല്ലോ.
ഈ നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഫേവറായ നമ്മൾ കാര്യം പറയുമ്പോൾ ഓപ്പോസിറ്റ് ടീം നമ്മൾ ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് ഉണ്ണി അവിടെ പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് ഉണ്ടായി, ഞങ്ങൾ നിങ്ങളെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മളെന്ന് കോപ്പി അടിക്കുന്നില്ല അനിയ വേറെ വല്ല വഴിയും നോക്ക്. നമ്മൾക്ക് വന്ന സൈബർ ബുള്ളിങ്ങിൽ എനിക്ക് ഏറ്റവും ജെന്യുവനായി ഏറ്റവും മര്യാദപൂർവ്വമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചത് ഷാനവാസിൻ്റെ PR-കളാണ്. അവർ തെറി വിളിച്ചിട്ടില്ല. അവർ വളരെ മാന്യമായിട്ടാണ് വന്നത്. നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, നിങ്ങൾ ഒന്നും കൂടെ ആലോചിക്കൂ, ശരിക്കും മനസ്സിലാക്കൂ, നന്നായി ചെയ്യൂ, നിങ്ങളിത് മാറ്റിപ്പറയും ഇത്യാദി കമൻസ് ആണ് ഷാനവാസിൻ്റെ PR-കൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. PR എന്ന് പറയുമ്പോൾ ഷാനവാസ് സപ്പോർട്ടേഴ്സ് എന്നാണ് അർത്ഥം, PR എന്നല്ല. അതേപോലെ തന്നെ അനിമോൾക്ക് വേണ്ടി പറയുമ്പോൾ കൊക്കുംബറുടെ ആൾക്കാരാണ് ഏറ്റവും മോശപ്പെട്ട ലാംഗ്വേജ് ഉപയോഗിച്ചത്. പൂ കാ മാ പീ പൂ പ്ലവറിമോൾ തുടങ്ങി ഇങ്ങേറ്റം ഏറ്റവും വൾഗറായ സാധനം കൊണ്ടുവന്ന് കുത്തി നിറച്ചത് അക്ബറിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ശൈത്യയുടേത് പറഞ്ഞാൽ കുഴപ്പമില്ല, ശൈത്യയുടേതൊന്നും അങ്ങനെ ആരും ആക്രമിച്ചായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്തത് അക്ബറിൻ്റെ ആൾക്കാരിൽ നിന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അക്ബറിനെയും ഷാനവാസിനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അനീഷിൻ്റെ കേസ് പറയാം. അനീഷിൻ്റെ ആൾക്കാർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവരും അങ്ങനെ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അനീഷ് തോക്കാനുള്ള ഒരേ ഒരു കാരണം, അനീഷ് ലാസ്റ്റ് മൊമെൻറ്റിൽ വന്ന് നിന്നുകൊണ്ട് ലവ് ട്രാക്ക് പിടിച്ചു. ലവ് ഓക്കെ, സ്നേഹിച്ച പെണ്ണിനെ മറ്റൊരാളെടുത്തിട്ട് അമ്മാനം അടിച്ച് അന്ത കടിച്ചു പിടിച്ച് കീറുമ്പോൾ ഒരു വാക്ക് പറയാതെ അയാളുടെ ഗെയിം ജയിക്കണമെന്നുള്ള രീതിയിൽ അയാൾ സൗഹൃദത്തിന് മൂല്യം കൊടുത്ത് അതിൻ്റെ കൂടെ നിന്നതാണ് അയാൾക്ക് വന്ന പിഴവ്. അതേസമയം അയാൾ അനിമോൾക്ക് വേണ്ടി സംസാരിക്കുകയും ഇത് എൻ്റെയും അവളുടെയും വിഷയമാണെന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് കട്ട് ആൻഡ് റൈറ്റാ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അനിമോളെ തച്ച് തകർക്കാൻ നിൽക്കുന്നവരുടെ കൂടെ നിന്ന് അവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് ഇത് നിർത്തണം, അനിമോളായിട്ട് ഉപദ്രവിക്കാൻ ഒക്കത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞ് അനീഷായിരുന്നു എന്നെ ജയിച്ചേനെ. അനീഷ് ജയിക്കാതിരുന്നതിൻ്റെ റീസൺ അതാണ്. അനീഷ് ഇതിനകത്ത് ഫേക്ക് ആണോ എന്നൊരു തോന്നൽ പബ്ലിക്കിന് കൊടുത്തത് അനീഷ് തന്നെയാണ്. അപ്പോൾ അനീഷിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് അനീഷിനെ സംഭവിച്ചത്. ഷാനവാസ് ആ ലാസ്റ്റ് മൊമെൻറ്റ് ആ രണ്ട് പെണ്ണുങ്ങൾ ആ മാൻഡ്രേക്കുകൾ കാരണമാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഷാനവാസിന് വന്നത്. ലാസ്റ്റ് മൊമെൻറ്റിൽ അവർ രണ്ടുപേരും പിരിഞ്ഞു മാറി പിണങ്ങിയപ്പോഴത്തേക്കാണ് അനുമോൾക്ക് ഏറ്റവും സപ്പോർട്ട് കൂടിയത്. ഇടയ്ക്ക് നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ വേരിയേഷൻ കണ്ടില്ലേ, അനുമോൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നത് ഈ പറയുന്ന ആദില നൂറ കേസാണ്. അവർ രണ്ടുപേരെയും കൂടെ ചേർത്ത് പിടിച്ചതിലാണ് അനുമോൾക്ക് ഏറ്റവും പ്രോബ്ലംസ് വന്നത്. അനുമോൾ മാറി ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് അനുമോൾ സേഫ് സോണിൽ പോയത്. പിന്നെ ആ ധൈര്യം കൊടുത്തത് ലക്ഷ്മിയാണ്. അതേപോലെ ശൈത്യ അറ്റാക്ക് ചെയ്തത് ഏതെങ്കിലും ഒരു പെണ്ണ് സഹിക്കുന്നതാണോ? ഇത്രയും കോൺഷ്യസ് ആയ ആ പെൺകുട്ടി അത് സഹിച്ചില്ലേ? അവൾ നിന്നുകൊണ്ട് എന്താ പറഞ്ഞത്? നമ്മൾ കൂടെ നിൽക്കുന്നവർ ഇന്ന് കൂടെ നിന്ന് നമ്മളെ കൂടെ നിന്ന് കാര്യം സാധിച്ച ശേഷം പിന്നെ നിന്നുകൊണ്ട് നമ്മൾ പിഴയാണ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ അത് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനപ്രയാസം ആലോചിച്ചാൽ കിട്ടിയ പിടിച്ച് വലിച്ച് കീറി പൊട്ടിച്ച് വിട്ടുകൊടുക്കാൻ തോന്നത്തില്ലേ? അവളത് സഹിച്ചില്ലേ? മൗനപൂർവ്വം ഇരുന്ന് നോക്കിയില്ലേ? നീയാണ് അയാളുടെ ജീവിതം നശിപ്പിച്ചത്, നീയാണ് ഇയാളുടെ ജീവിതം നശിപ്പിച്ചത്, നീയാണ് അനീഷിൻ്റെ ജീവിതം നശിപ്പിച്ചത്, അയാൾ പാവമാണ്, ആ മനുഷ്യനെ നീ ഇങ്ങനെ പറഞ്ഞില്ലേ, അയാളെ നീ നശിപ്പിച്ചില്ലേ? ഇതൊക്കെ പറയുമ്പോൾ അവളും ഒരു പെണ്ണല്ലേ, അവൾക്കും പുറത്ത് ജീവിതമില്ലേ? അവൾ അനുഭവിച്ച വേദനയുടെ പ്രതിഫലമാണ് ആ കിട്ടിയത്. അതിനകത്ത് ആരും അസൂയപ്പെടണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല കുത്തിക്കഴപ്പ് അസൂയ ഉണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരുടെയും ചാനൽ വാച്ച് ചെയ്താൽ മനസ്സിലാവും. ഓൾ ദ ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ഇത് ഏതെങ്കിലും വാഴകളെയും തൂക്കി പിടിച്ചോണ്ട് വരും രണ്ടുപേരും ഇതാണല്ലോ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾ രണ്ടുപേരെ കണ്ടുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു മറുപടി തരണമെന്ന് തോന്നിയത്. ആൻഡ് രേവതി, അയ്യോ മേഡം, ഒരു കാര്യം മനസ്സിലാക്കുക, ഒരേ ഫീൽഡിൽ നിൽക്കുന്നവർ ഒരു രീതിയിലും മറ്റൊരാളെ കുത്താത്ത ഒരു പ്രശ്നത്തിൽ അത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭാഗം പറയുന്നു എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എത്ര പേർക്ക് സ്ട്രൈക്ക് കൊടുത്തു, എത്ര പേരെ ഇൻസൾട്ട് ചെയ്തു, എത്ര പേരെ മോശപ്പെടുത്തി, എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു. അവരാരെങ്കിലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ബാക്ക് ചെയ്തോ? ഞാൻ ചെയ്തോ? വേറെ ആരെങ്കിലും ചെയ്തോ? ഒരാളും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരാളുടെ ചാനലിൽ സ്ട്രൈക്ക് അടിക്കുന്നവർക്ക് ഗെയിമൊന്നുമല്ല. എനിക്ക് പക്ഷേ എൻ്റെ കയ്യിലെ ടെക്നീഷ്യൻ ഉള്ളതുകൊണ്ട് ഞാൻ സേവ്ഡ് ആയി. അല്ലെങ്കിൽ മിനിമം 20,000 45,000 ഒക്കെയാണ് ഒരു സ്ട്രൈക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഒരാൾ വാങ്ങിക്കുന്നത്. അത്രത്തോളം പണം ചിലവാക്കപ്പെടും. അങ്ങനെ ഒരു സ്ട്രഗിളിലേക്ക് ഒരാളെ കൊണ്ടുവിടും. നമ്മൾ അതേ ജോലി ചെയ്യുന്ന മറ്റൊരാളെ കൊണ്ടുവിടേണ്ട ആവശ്യം എന്താണ്? അൺലെസ് നിങ്ങളെ അവർ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ ഒരു വീഡിയോയൊക്കെ ഓക്കെ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കോൺസ്റ്റൻ്റ്ലി വീഡിയോ ചെയ്യുകയാണെങ്കിൽ ശരി, അതിനൊരു ന്യായമുണ്ട്. ഇത്രയധികം വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ് തോൽക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് കൊടുക്കുക എന്ന് തന്നെ. അത് എത്ര പറഞ്ഞാലും നമുക്കതിനകത്തൊന്നും മാറ്റമില്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് നറ്റിയടി കൊടുക്കുക. ഇതങ്ങനെയൊന്നുമില്ലാതെ ഒരു ഷോയെ ബേസ് ചെയ്തിട്ട് രണ്ടുപേർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ചെയ്തല്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് കിട്ടണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ കരങ്ങളാണ് അവിടെ പ്രവർത്തിച്ചതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ദാറ്റ്സ് മൈ പോയിന്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ്. കഷ്ടം.
വല്ലാത്ത പിച്ചം തോന്നുന്നു കുട്ടിയെ, പിച്ചം തോന്നുന്നു. കഷ്ടം തന്നെ. എന്തായാലും തിന്നാനുള്ള ഞമ്മനുള്ള വകയായിട്ടില്ലേ? അത് നന്നായി. ഇനിയിപ്പോൾ അടുത്ത ഇതിന് വെയിറ്റ് ചെയ്തിരുന്നാൽ മതിയല്ലോ. ഊള വർത്താനം പറഞ്ഞിട്ട് റീച്ചും ഗേളും. നിനക്ക് നല്ലൊരു എതിരിയില്ല. അതുകൊണ്ടാണ് നീ ഇത്ര മേല് കയറി അങ്ങ് അഹങ്കരിച്ചത്. ഇപ്പോഴും സമയമുണ്ട്. അതിന് പകരം കൺഗ്രാജുലേഷൻ. അതെന്തൊരു കൺഗ്രാജുലേഷൻ? നിന്റെ കൺഗ്രാജുലേഷൻ ഒക്കെ കിട്ടാഞ്ഞിട്ടാണ്.